ഞാൻ അനിൽ ബോസിലേക്ക് പോകുന്നു. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ CPM-വുമായി ബന്ധപ്പെട്ട പിണറായി വിജയൻ എന്ന ചോദ്യം വരുമ്പോൾ കോൺഗ്രസിനകത്തും ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ നേരത്തെ തുടങ്ങിയെന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനാണ് അവകാശവാദി, ഞാനാണ് ഇതിൽ എത്തേണ്ടത്, ഞാനാണ് മുഖ്യമന്ത്രിയാകേണ്ടത് എന്ന രൂപത്തിൽ നേതാക്കൾക്കിടയിൽ തന്നെ ചർച്ചകൾ നടക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള ചർച്ചകൾക്കുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഭരണം എത്തുകയാണെങ്കിൽ തമ്മിലടിയാണ് തുടക്കത്തിലേ ഉണ്ടാവുക എന്നൊരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൽ അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് കുറേ നേതാക്കളുണ്ട് എന്ന കാര്യം പറയാതിരിക്കും, അത് നമുക്കറിയാമല്ലോ, കുറേ നേതാക്കളുണ്ട്. ഞാൻ അതിനു മുമ്പ് ഈ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞ ക്ഷേമ ഗവൺമെന്റ് എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം പല പ്രാവശ്യം അദ്ദേഹം ആവർത്തിച്ചു. ഭയങ്കരമായ ക്ഷേമം ജനങ്ങൾക്ക് ചെയ്തു. പഞ്ചായത്തിലൊരു വീട് വെക്കുന്നതിന് അപേക്ഷ കൊടുക്കുന്നതിനും അതിന്റെ പെർമിറ്റ് ഫീസും കൂടെ 422 രൂപയായിരുന്നു. ഇപ്പം എത്രയാക്കി കുഞ്ഞിക്കണ്ണൻ? 6600 രൂപ. മുനിസിപ്പാലിറ്റിയിൽ എത്രയായിരുന്നു? മുനിസിപ്പാലിറ്റിയിൽ 422 രൂപ. ഇപ്പം എത്രയാക്കി? 8840 രൂപ. കോർപ്പറേഷനിൽ 610, അത് 12200 രൂപ. പാവങ്ങൾക്ക് വേണ്ടിയാണ്. വൈദ്യുതി ചാർജ് എത്ര തവണ കൂട്ടി? വെള്ളക്കരം എത്ര തവണ കൂട്ടി? ബസ് ചാർജ് എത്ര തവണ കൂട്ടി? ഇവർ പെൻഷൻ, ഇവർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇവർ ഈ പെൻഷൻ പറയുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. പെൻഷൻ എന്ന് തുടങ്ങി, ആര് ധനകാര്യമന്ത്രിയും ആര് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെ ആളുകൾ പഠിച്ചു തുടങ്ങി. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇവരിങ്ങനെ ആളുകളെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെൻഷൻ കൊണ്ടുവന്നത് ഞങ്ങളാണ്, പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങളാണ്, CPM-ന്റെ AK സെന്ററിൽ നിന്ന് എടുത്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത്. ആ ഒരു ഡിബേറ്റ് ഏതായാലും നന്നായി. R ശങ്കറിനെ പോലെ മഹാനായ ഒരു മുഖ്യമന്ത്രി, അദ്ദേഹമാണ് പെൻഷൻ കൊണ്ടുവന്നത്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പഠിച്ചു. തുടങ്ങുമ്പോൾ എത്രയായിരുന്നു? VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വരെ 300 ഉള്ളൂ. സ്മൃതി, 300 രൂപ. മാറി മാറി ഗവൺമെന്റുകൾ വന്നിട്ടുണ്ട്. 300 ഉള്ളായിരുന്നു. ആ 300-ൽ നിന്ന് 1000-ന് മേളിലേക്ക് പോയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. ഇവർ വന്നു, ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ഷേമം ഞങ്ങൾ വരുത്തിയെന്നാണ്. ഞാൻ ചോദിക്കുക, ഇവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞാലേ 2500 രൂപ ക്ഷേമ പെൻഷൻ നൽകുമെന്ന് ഇവർക്ക് നൽകാൻ കഴിഞ്ഞോ? 2000 നൽകിയെന്ന് പറഞ്ഞു. എന്നാണ് 2000 നൽകിയത്? തെരഞ്ഞെടുപ്പിന്റെ തലേദിവസിയോ? എന്നിട്ടാണോ? ഇതാണ് ഇവരുടെ കുഴപ്പം. കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ ചിന്താശക്തിയെ ഇവർ വെല്ലുവിളിക്കുകയാണ്. അവരുടെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവർ. കാരണം ഒരു തെരഞ്ഞെടുപ്പിന്റെ തലേദിവസി 1600-ൽ നിന്ന് 2000 ആക്കുക. മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുകയാണ് 2500 ആക്കുമെന്ന്. ഇവരാക്കിയിട്ടില്ല. ഇവർ വൈദ്യുതി ചാർജ്, വെള്ളച്ചാർജ് തൊട്ട് മുഴുവൻ എന്തൊരു വിലക്കയറ്റമാണ് സ്മൃതി, എന്തൊരു വിലക്കയറ്റമാണ്. ഈ വിലക്കയറ്റത്തിന് ആളുകൾ പിടിച്ചു നിൽക്കുന്നത് എങ്ങനെയാ? റേഷൻ കടകളിൽ സൗജന്യമായി സാധാരണക്കാരായിട്ടുള്ള മഞ്ഞ കാർഡുകാർക്ക്, ഞങ്ങളൊക്കെ ആളുകൾക്ക് അറിയാവുന്നതാണെങ്കിലും ഞാൻ പറയാൻ നിവർത്തിയില്ല, ഇവരുടെ ഈ തട്ടിപ്പ് വ്യക്തമാക്കണ്ടേ. മഞ്ഞ കാർഡുള്ള ആൾക്ക് 35 കിലോ ധാന്യം കൊടുക്കുന്നു. ഇവർക്ക് വല്ല ഇടപാടുണ്ടോ അതിൻ്റെ അകത്ത്? കോൺഗ്രസ് ഗവൺമെന്റ് സൃഷ്ടിയാണ്. ഇവിടെ 40 രൂപ മുതൽ 200 രൂപ വരെ അരിക്ക് വിലയുള്ളപ്പോൾ 10 രൂപ 90 പൈസയ്ക്ക് റേഷൻ കടകളിൽ അരി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഭക്ഷ്യസുരക്ഷാ നിയമത്തിന്റെ ഈടിലാണെന്ന് കോൺഗ്രസ് കൊണ്ടുവന്നതാണ്. ക്ഷേമത്തെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഡിബേറ്റ് ആകാം. ഇവരെന്ത് ചെയ്തു എന്നാ പറയുന്നത്? പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇപ്പൊ പട്ടിണിയില്ലാതെ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാവപ്പെട്ട കുടുംബങ്ങൾ പിടിച്ചു നിൽക്കുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലല്ലേ? പ്രതിദിനം 369 രൂപ 100 ദിവസം മേടിക്കല്ലേ? ആ മേടിക്കാനുള്ള അവസരത്തിൽ ആ തൊഴിൽ ദിനം വെട്ടിക്കുറയ്ക്കുന്നതല്ലാതെ ആ തൊഴിൽ ദിനം കൃത്യമായി ഉറപ്പാക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 369 രൂപ 100 ദിവസം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? സൗജന്യമായി അരി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. ഇതൊക്കെ കോൺഗ്രസ് ഗവൺമെന്റുകൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുള്ള, അല്ല ഇടതുപക്ഷത്തിന് CPM-ന്റെ മഹത്വമൊന്നുമല്ല. മനസ്സിലായില്ലേ? ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ പറ്റി. ഇവർ ഈ പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഇവർ ക്ഷേമം നവ ലിബറൽ ലിയോ എന്ന കുറെ വാക്കുകൾ പറഞ്ഞല്ലോ. ഇങ്ങനെ കുറെ ആളുകൾക്ക് മനസ്സിലാകാത്ത വാക്കുകൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ശരി, യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ ആളുകൾക്കറിയാം. ആളുകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആശുപത്രികളിൽ സൗജന്യ ചികിത്സ, കാരുണ്യ പദ്ധതി. എന്താ സ്ഥിതി? 2 ലക്ഷം രൂപ വരെ ചികിത്സ സൗജന്യമായി കിട്ടുമായിരുന്നു UDF ഗവൺമെന്റ് കാലത്ത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നിങ്ങൾ പറ. കത്രിക നിക്ഷേപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കൈമാറി മുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മരുന്നുണ്ടോ? ഏതെങ്കിലും ആശുപത്രിയിൽ കൃത്യമായി മരുന്നുണ്ടോ? പുറത്തേക്ക് കുറിച്ചു കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്നില്ലെങ്കിൽ ചികിത്സിക്കാൻ ഇവിടുത്തെ ഏത് ആശുപത്രിയിലാണ് ഉള്ളത്? സപ്ലൈകോയുടെ അവസ്ഥ എന്തായിരുന്നു? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേദിവസയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേദിവസയും ആ സാധനം സ്റ്റോക്ക് ചെയ്തതിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. സാധാരണക്കാരന് സബ്സിഡി ഇനത്തിൽ കിട്ടേണ്ട ഐറ്റം കിട്ടുന്ന സപ്ലൈകോയുടെ അവസ്ഥ എന്തായിരുന്നു കഴിഞ്ഞ 5 വർഷം? നിങ്ങൾ പറയുന്നേ
ചുമ്മാതെ ജനങ്ങളെ അങ്ങ് സേവനം ചെയ്തു, അവർക്കെല്ലാവർക്കും ക്ഷേമം നൽകി എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടന്മാരോടൊക്കെ പറഞ്ഞാൽ മതി. അനുഭവിച്ചറിയുന്ന ആളുകൾ, അനുദിനം വിഷമിക്കുന്ന ആളുകളോട് ഇങ്ങനൊന്നും വന്നിരുന്ന് പറയരുത്. പിന്നെ സ്മൃതി ചോദിച്ച അടുത്ത കാര്യം, മുഖ്യമന്ത്രി MLA-മാർ കൂടി ഞങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ പാർട്ടി തീരുമാനിക്കും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വ്യക്തി അത് ആഗ്രഹിക്കുന്നൊന്നും തെറ്റൊന്നുമല്ല. 1, 2, 3, 4, 5 MLA ആകുന്ന ആർക്ക് വേണേ ആഗ്രഹിക്കട്ടെ. ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ഡിസിഷൻ എടുക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സമിതിയാണ്. അത് കോൺഗ്രസ് പ്രസിഡന്റും ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവും അതോടൊപ്പം ഇവിടുത്തെ CLP-യിൽ വരുന്ന അംഗങ്ങളെല്ലാവരും കൂടി ഇരുന്ന് തീരുമാനിക്കും. അവരുടെ ഒപ്പീനിയൻ അനുസരിച്ചല്ലേ എടുക്കുന്നത്. നമ്മളാരെങ്കിലും പ്രതീക്ഷിച്ചോ VD സതീശൻ കേരളത്തിൽ പ്രതിപക്ഷ നേതാവാകും എന്ന് നമ്മളാരെങ്കിലും വിചാരിച്ചിരുന്നു? അപ്പം സെൻട്രൽ ലീഡർഷിപ്പ് ഇവിടെ വന്നു, അവർ ഒപ്പീനിയൻ എടുത്തു. രമേശ് ചെന്നിത്തലയെ പോലെ എത്രയോ സീനിയറായ ഒരു നേതാവ് മാറി നിന്നിട്ടാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായത്. വല്ലതും സംഭവിച്ചു ഇവിടെ? പ്രതിപക്ഷത്തെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും പോരായ്മയുണ്ട്? പിന്നെ വാർത്തകൾ എന്ന് പറഞ്ഞാൽ 10-12 ചാനലുകൾ ലൈവായിട്ട് എല്ലാ ദിവസവും ന്യൂസും ഡിബേറ്റും ബ്രേക്കിംഗ് ന്യൂസും കൊടുക്കണം. കാരണം എന്നാലേ നിങ്ങൾക്ക് വ്യൂവേഴ്സ് നിൽക്കുള്ളൂ. അപ്പം നിങ്ങൾ അറിയുന്നതും അറിയാത്തതും കേട്ടതും പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ച് നിങ്ങൾ അവതരിപ്പിക്കും. ചില അർത്ഥസത്യങ്ങളുണ്ടാവും. ഒരാൾ ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇല്ലെന്ന് ഞങ്ങൾക്ക് തർക്കമില്ലെന്ന് അതിലൊന്നും. അപ്പം ഞാൻ പറഞ്ഞു, ഒരു മന്ത്രി പോലും ആകാതിരിക്കുന്ന, മന്ത്രിയാകാൻ പോലും അവസരമില്ലായിരുന്ന VD സതീശൻ ഒരു സുപ്രഭാതത്തിൽ ചുമ്മാ സ്വന്തം ഇഷ്ടപ്രകാരം പ്രതിപക്ഷ നേതാവായതാണോ? അല്ലല്ലോ. അതിന് ഒരു സെൻട്രൽ ലീഡർഷിപ്പ് ഉണ്ട്. അവർ വന്ന് ഉമ്മൻചാണ്ടിയെ പോലെ രമേശ് ചെന്നിത്തലയെ പോലുള്ള ആളുകൾ ഇരിക്കപ്പെടല്ലേ ആയത് എന്ന് പറഞ്ഞതുപോലെ ലീഡർഷിപ്പ് MLA-മാരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് ആ സമയത്ത് അവിടെ വരുന്ന അഭിപ്രായം ഏതോ അതിനനുസരിച്ച് തീരുമാനമെടുക്കും. അതിന് യോഗ്യരായ ഒരുപാട് പേര് കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ രാഷ്ട്രീയക്കുഴപ്പം ഇല്ല. ഇവിടെ ശ്രീ പിണറായി വിജയന്റെ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം ഈ പാർട്ടിയെ മാറ്റി. സ്മൃതി ഒറ്റ സെക്കൻഡ്, CPM എന്ന് പറയുന്ന സിസ്റ്റത്തിന്റെ വരി ഉടയ്ക്കപ്പെട്ട വിഭാഗമാക്കി മാറ്റിയെന്നതിനെ. പണ്ട് അങ്ങനെയായിരുന്നു. നയനാർ ഭരിക്കുമ്പോൾ CPM പറയും, ഗവൺമെന്റ് നയം പോളിസി പ്രഖ്യാപിക്കും, നടപ്പിലാക്കും. VS അച്യുതാനന്ദൻ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറി പറയും, ആ പാർട്ടിയുടെ നയം LDF-ന്റെ നയമായിട്ട് അവതരിപ്പിച്ച് വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കും. ഇവിടെ പാർട്ടിയുണ്ട്. ശ്രീ എൽബോസ്, സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഒരു ഇടവേള അത്യാവശ്യമായി വന്നുകൊണ്ടാണ് ഞാൻ തിരിച്ചത്. Debate with Smriti Parithikar.